കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് പാരഡിമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം, ഊപ്പ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിന് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അവിടെ ഡാറ്റയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഡാറ്റയും ഫങ്ഷൻസും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ ഡാറ്റയും ഫങ്ഷൻസും എല്ലാം ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാനും അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് paradigm eliminates the problems in the procedural paradigm by clubbing data and functions that operate on that data into a single unit. അതായത് പ്രൊസീജറലിനുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഇവിടെ അല്ലെങ്കിൽ ഊപ്പ് എന്ന് പറയുന്ന ആ ഒരു പാരഡിം ഓവർകം ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഡാറ്റേനെയും ഫങ്ഷൻസിനെയും എല്ലാം ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ക്ലബ് ചെയ്ത് വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ക്ലബ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എന്ന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഇവിടെ തന്നിട്ടുണ്ട്, പിക്ചറായിട്ട് തന്നിട്ടുണ്ട്, ഫിഗറായിട്ട് 2.3ൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റും ടീച്ചർ ഒബ്ജക്റ്റും തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ എന്താ ഉള്ളത്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയുണ്ട്, രജിസ്റ്റർ നമ്പർ, മാർക്ക്, നെയിം, ഫീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവയെ ആക്സസ് ചെയ്യാനും ബാക്കി ഓപ്പറേഷൻസുകൾ ചെയ്യാനൊക്കെയുള്ള ഫങ്ഷൻസുകളും അതേ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതുപോലെ തന്നെയാണ് ടീച്ചർ ഒബ്ജക്റ്റിലും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോണത് ഊപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഊപ്പ് പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. ഊപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു മോഡുലാർ സ്ട്രക്ചർ ക്ലിയർ ആക്കി തരുന്നു. അതായത് ഓരോ മൊഡ്യൂൾസായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത് കാരണം നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സ്. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സുകളെ ഡിഫൈൻ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ് ആൻഡ് ഹാവ് എ ക്ലിയർലി ഡിഫൈൻഡ് ഇൻ്റർഫേസ് അല്ലേ. മറ്റ് മൊഡ്യൂൾസിൽ നിന്ന് നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്, അതായത് പ്രൈവറ്റ് ഡീറ്റെയിൽസുകളെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഊപ്പ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് കോഡ് ആസ് ന്യൂ ഒബ്ജക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എക്സിസ്റ്റിംഗ് വൺ. അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. എങ്ങനെ? ആ ഒരു കോഡിനെ മോഡിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിച്ചു പണിയാതെ തന്നെ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും എളുപ്പമാണ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫ് സിനാരിയോസ്. നമ്മുടെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഊപ്പ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് ആസ് വെൽ ആസ് ന്യൂ ഓപ്പറേഷൻസ് ഫോർ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് പുതിയ ഡാറ്റ ടൈപ്പുകളെ ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഊപ്പിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്. ഒരു 7 പഠിക്കാനുണ്ട്. എസ് എ ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും വൺ വേർഡൊക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള ഒരു ടോപ്പിക്കാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്. അപ്പോൾ 7 ബേസിക് കോൺസെപ്റ്റ്സുകളാണ് ഉള്ളത് ഊപ്പിൽ പഠിക്കാനായിട്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. അപ്പോൾ ഇത്രയും 7 കോൺസെപ്റ്റുകൾ ഓരോന്നിനെ സെപ്പറേറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? അതൊരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, അതാണ് എന്താ പറയുന്നത്
ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് ഇതുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഒരു സ്റ്റുഡൻ്റ് ഒരു ഒബ്ജക്റ്റാണ്. അതിനൊരു അവസ്ഥയുണ്ട്, അതിനൊരു ബിഹേവിയറുണ്ട്, ഒരു സ്റ്റേറ്റും അതിനൊരു ബിഹേവിയറുണ്ട് അല്ലേ. ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താ, ആൾക്കൊരു പേരുണ്ട്, ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, ഏജ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും അല്ലേ. ഇതെല്ലാം അതിന് പുറമെ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, മാർക്കുകളൊക്കെ അറിയാൻ പറ്റും, ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ ബിഹേവിയർ. പിന്നെ നെക്സ്റ്റ് പറയുന്നുണ്ട് റേഡിയോ. ആ റേഡിയോയിൽ എന്തുണ്ട്, ഓൺ ഓഫ് ബട്ടൺസ് ഉണ്ട്, വോളിയം ഹാൻഡിൽ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെയാണ് ആ റേഡിയോയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബിഹേവിയർ അതിന് ഓൺ ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു, ഡിക്രീസ് ചെയ്യാൻ പറ്റുന്നു, സ്കാൻ ചെയ്യാൻ പറ്റുന്നു, ട്യൂൺ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ബിഹേവിയർ. നെക്സ്റ്റ് ഒരു ഡോഗിനെ വന്നിട്ടുണ്ട്. ഡോഗിൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ നെയിം, കളർ, ബ്രീഡ്, ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറഞ്ഞാലോ അതിന് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, ബാർക്കിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഫെച്ചിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഡോഗിൻ്റെ ബിഹേവിയർ. പിന്നെ ഒരു ക്ലോക്ക് ആണെങ്കിലോ, ക്ലോക്കിന് അതിൻ്റെ സ്റ്റേറ്റ് അതിന് കളറുണ്ടാവും, അതുപോലെ തന്നെ അതിൽ നമ്പേഴ്സ് ഉണ്ടാവും, മിനിറ്റ്സ് ഉണ്ടാവും, ഹവേഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ബിഹേവിയർ എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഷോ ചെയ്യുന്നു, ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തും ആവാം, അതിന് പക്ഷേ ഒരു സ്റ്റേറ്റും അതിൻ്റേതായിട്ടുള്ളൊരു ബിഹേവിയറും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഇതിനെ പറയുന്നതാണ് ഒബ്ജക്റ്റ് എന്ന്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എനിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട് അസ് can be treated as an object, and all these objects have properties and behavior. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഒബ്ജക്റ്റുകളാണ്. ആ ഒബ്ജക്റ്റുകൾക്ക് ഒരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഒരു ബിഹേവിയറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളതിനെ പറയുന്ന പേരാണ് ഒബ്ജക്ട്സ്. ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിൾ സ്റ്റേറ്റ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു ഡാറ്റയും ഫങ്ഷനായിട്ടാണ് നമ്മൾ പറയുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഒബ്ജക്റ്റിൽ പറയുന്നൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. ഈ ഒബ്ജക്റ്റിൽ ഡാറ്റയും ഫങ്ഷൻസും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ഡാറ്റയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിൽ ഇരിക്കുന്ന ഫങ്ഷൻസിനെ പറയുന്ന പേരാണ് മെമ്പർ ഫങ്ഷൻസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഡാറ്റയും ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസിന് പറയുന്ന ഒരു പേരാണ് മെമ്പർ ഫങ്ഷൻസ്. അതുപോലെ തന്നെ ആ ഡാറ്റേനെ പറയുന്ന പേരാണ് മെമ്പർ. ഇതൊക്കെ വൺ വേർഡ് ചോദിക്കണതാണ് കേട്ടോ. മെമ്പർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആണ്, മെമ്പർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒബ്ജക്റ്റിൽ പഠിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് ആണ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനായിട്ടാണ്. ആ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡെഫിനിഷൻസും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലിയർ ചെയ്ത് എഴുതുന്ന ഒരു ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് പറയുക: എ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ്. ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും കാണിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പിനെയാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും? ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഒരു ഫിഗർ 2.6 എങ്ങനെയാണ് ഒരു ക്ലാസ് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് അത് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ക്ലാസ് നെയിം, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ഡാറ്റാസും ഫങ്ഷൻസും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ ക്ലാസ് എന്ന് പറയുന്നൊരു കീവേഡ്, ഇപ്പോൾ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്തത്? സ്ട്രക്ചർ എന്ന് പറയുന്നൊരു കീവേഡ് മുന്നേ വയ്ക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് എന്ന് പറയുന്നൊരു കീവേഡ് നമ്മൾ മുന്നേ വെക്കണം. എന്നിട്ടാണ് നമ്മളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യണത്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞില്ലേ, എന്ന് പറയുന്നത് എന്താ? ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസിനെയൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കും. ഈ ഒരു
ഈ ഒരു ഇതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. അതായത് എന്താണോ പുറമേ കാണിക്കേണ്ടത് അതിനെ മാത്രം കാണിച്ചുകൊണ്ട് ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നോ അതിനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടി വി കാണുന്നുണ്ട്. ടി വി കാണുമ്പോൾ എന്താ, ടി വിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നു അതാണ് നമ്മൾ കാണുന്നത്. ഓരോ സ്വിച്ചോ അല്ലെങ്കിൽ ഓരോ റിമോട്ടിൽ ഓരോ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇൻറ്റേർണലി അവിടെ നടക്കണേന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതൊക്കെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാം അല്ലേ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. Data abstraction refers to showing only the essential features of the application and hiding the details from outside world. അതായത് എന്താണോ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്താണോ അതിനെ മാത്രം ഷോ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈവറ്റ് ഡീറ്റെയിൽസൊക്കെ പുറമേ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്.